നമുക്ക് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം ഉണ്ടാക്കാം. അതിൻ്റെ പേരാണ് ക്വിസഡിയ. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ടോർട്ടിയ നമുക്ക് വേണം. ടോർട്ടിയ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 6 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല, ടോർട്ടിയ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാ ചപ്പാത്തി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഒരു 6 എണ്ണം എടുത്താലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ഞാനിവിടെ 3 കളറിലുള്ള എടുത്തിട്ടുണ്ട്. ഏത് കളറാണോ നമ്മുടെ കയ്യിലുള്ളത് അത് മതി. പിന്നെ വേണ്ടത് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ വേണ്ടത് കുറച്ച് ബട്ടർ വേണം, കുറച്ച് ഒലീവ് ഓയിൽ വേണം. പിന്നെ ഈ 6 എണ്ണം ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചിക്കൻ ബ്രസ്റ്റ് വേണം. ഞാൻ ഇവിടെ 2 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ട മസാല പൊടികൾ വേണം. പിന്നെ വേണ്ടത് ഷ്രെഡഡ് ചീസാണ് വേണ്ടത്. ഇനി ഈ ചിക്കൻ ബ്രസ്റ്റിൽ ചേർക്കേണ്ട മസാലകൾ എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇതിൽ കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഡ്രൈഡ് ഒറിഗാനോ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ പൗഡറും ഉണ്ട്, ഗാർലിക് പൗഡറും ഉണ്ട്. ഇതെല്ലാം കൂടി ഇതിലിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ കുറച്ച് ബട്ടറും കുറച്ച് ഒലീവ് ഓയിലും ചെറുതായി ചൂടാക്കി ഒരു 8-10 മിനിറ്റോളം ചിക്കൻ നമ്മൾ വേവിച്ച് എടുക്കണം. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ ചിക്കൻ മാറ്റിയ ശേഷം അതേ ഓയിലിൽ തന്നെ നമ്മൾ സവാളയും ഈ ക്യാപ്സിക്കം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ഫ്രൈ ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ. പൊടികൾ നമ്മളിതിലിട്ടിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ച് നമ്മൾ കുറച്ച് ബട്ടറും കുറച്ച് ഒലിവ് ഓയിലും ചൂടാക്കി അതിലൊന്ന് വേവിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ. നന്നായിട്ട് ആ പറഞ്ഞ മസാലപ്പൊടികളെല്ലാം കൂടെ ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്രൈ ചെയ്ത് എടുക്കാം. ബട്ടറും ഒലീവ് ഓയിലും കുറച്ചൊഴിച്ച് അത് ചെറിയ ചൂടാകുമ്പോൾ നമ്മൾ ചിക്കൻ അതിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവും. അതേ എണ്ണയിൽ നമ്മൾ സവാള പിന്നെ ക്യാപ്സിക്കം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വേണം എപ്പോഴും ഇത് ചെയ്യാൻ, ബട്ടർ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ചിക്കൻ ഇട്ട ശേഷം നമ്മൾ തീ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അതൊന്ന് ചൂടായി ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അടച്ചു വെച്ച് വേവിക്കുക. അതായത് ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ തുറക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് വറ്റിക്കാൻ വേണ്ടിയാണ് തുറന്നു വെക്കുന്നത്. പിന്നെ അപ്പം ഡ്രൈ ആയിട്ട് കിട്ടും. ചിക്കൻ ഇതായിട്ടുണ്ട്. ഇതിനി മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിൽ നമ്മൾ സവാളയും ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കുക.
ഒന്ന് ചെറുതായി വഴണ്ട ശേഷം ഇത് മാറ്റി വെക്കുക. ഇതിൻ്റെ ആ പച്ചച്ചൊവ്വൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഈ പാനിൽ നിന്ന് മാറ്റി വെക്കണം. ഇനി ഒരു ദോശ തവ പോലെ ഉള്ള ഏതെങ്കിലും ഒരു പരന്ന പാൻ എടുത്ത് നമ്മൾ ചൂടാക്കാൻ വെക്കുക. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ ടോട്ടയും ഒന്ന് വേവിക്കണം. ആദ്യം ഇതിൽ വെള്ളം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാനിൽ വെള്ളമുണ്ടെങ്കിൽ അത് വറ്റിയ ശേഷം ലേശം ഒലീവ് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ടോർട്ടിയ ഒരു സൈഡിൽ നിന്ന് വേവിക്കാൻ വെക്കണം. ഇതിപ്പോൾ ചെറുതായി ചൂടായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് വാങ്ങിക്കുമ്പോൾ അത് പാർഷ്യലി കുക്ക്ഡാണ് നമുക്ക് ടോർട്ടിയ കിട്ടുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒരു 6 സെക്കൻഡ് 7 സെക്കൻഡൊക്കെ ഒന്ന് ചൂടാക്കി ഒരു ഭാഗം ചൂടാക്കാൻ വെക്കുക. ഒരു 6 സെക്കൻഡ് 7 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടണം. ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡ് ആകുമ്പോഴേക്കും നമ്മൾ ഇതിലത്തെ ഫില്ലിങ് റെഡിയാക്കണം. ഒരു സൈഡിൽ മാത്രം ഫില്ലിങ്, ഒരു ഹാഫ് പോർഷൻ മാത്രം, ഇങ്ങനെ ഹാഫ് പോർഷനിലാണ് നമ്മൾ ഫില്ലിങ് ഇടുള്ളൂ. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവിൻ്റെ തീ ഒന്ന് നന്നായി ചുരുക്കി കൊടുക്കണം. നമ്മൾ ചീസ് ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പിന്നെ അതിന് മേലെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും ഓണിയൻ, ഇനി അതിൻ്റെ മേലെ കുറച്ചുകൂടി ചീസ്. ഇത് പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇതിപ്പോൾ ടോർട്ടിയല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയാക്കി രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് എടുക്കണം. അപ്പോഴാണ് അതിൽ ഉള്ളിലെ ചീസൊക്കെ ഒന്ന് ചൂടായി അലിഞ്ഞ് വരുള്ളൂ. തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കും. നമ്മൾ എത്ര എണ്ണമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ചെയ്തെടുക്കുക. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചീസൊക്കെ അലിയാൻ തുടങ്ങി. ഇതായി കഴിഞ്ഞു, നമുക്കത് മാറ്റാം. ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കണേ. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് മുറിച്ച് കഴിക്കാം. ചെറിയ പീസസ് ആക്കി മുറിച്ച് എടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ ഒരാൾക്ക് ഒന്ന് തന്നെ മതി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടൊക്കെ കഴിക്കാൻ. ക്വിസിഡിയ എന്ന ഈ വിഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇത് കുട്ടികൾക്കോ വലിയവർക്കൊക്കെ സ്കൂളിലേക്കോ ഓഫീസിലേക്ക് സ്നാക്കായിട്ടോ ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്